ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, നമ്മളൊരു ലൈഫ് പാർട്ട്ണർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരാൾ നമ്മൾ വിട്ടു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടവും ദേഷ്യവും, അതായത് സങ്കടത്തിൻ്റെ മുകളിലുള്ള ദേഷ്യവും വെറുപ്പൊക്കെ അവരോട് തോന്നാറുണ്ട്. എന്നെ അവൾ തേച്ചിട്ട് പോയല്ലോ എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തകൾ നമുക്ക് വരാറുണ്ട്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ പറഞ്ഞ നമ്മളെ വിട്ടുപോകുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ അത്രയും സ്നേഹിച്ച ആൾ നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ വരും. അവരോടുള്ള ദേഷ്യമായിട്ട് ആ സങ്കടം മാറാറുണ്ട്, അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പായിട്ട് ഇത് മാറാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചീറ്റ് ചെയ്തിട്ട് പോയേ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നു എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് വരാറുണ്ട്. പക്ഷേ നമ്മളോട് തന്നെ പറയുന്ന ഈ ഒരു കഥയ്ക്ക്, അതായത് നമ്മളെ ചീറ്റ് ചെയ്ത് പോയി അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോയി എന്ന് നമ്മളോട് തന്നെ പറയുന്ന ഈ ഒരു കഥയ്ക്ക് ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടെങ്കിലോ, നമ്മൾ വിട്ടുപോകുന്ന എല്ലാവരും നമ്മളെ ഹേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മളോട് ദേഷ്യമാണോ, നമ്മൾക്ക് അവരോടുള്ള പോലെയുള്ള ആ ഒരു ദേഷ്യവും നമുക്ക് അവരോടുള്ള പോലെയുള്ള ആ ഒരു വെറുപ്പൊക്കെ അവർക്ക് തിരിച്ചു നമ്മളോട് ഉണ്ടാവുമോ? ബ്രേക്കപ്പിന് പിന്നിൽ നമ്മൾ കാണാത്ത ചില ഗുഡ് റീസൺസ്, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഗുഡായിട്ട് തോന്നുന്നില്ല എങ്കിൽ പോലും കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് നമുക്കത് നന്നായിരുന്നു എന്ന് തോന്നുന്ന കുറച്ച് റീസൺസ് അതിന് മുന്നിൽ ഉണ്ടായിരിക്കുമോ? നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ വിട്ടുപോയ ചില മനുഷ്യരെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇത് ഹേർട്ടാവുന്നത്? നമ്മൾ വിട്ടുപോകുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിന് ശേഷം നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഇത് ഹേർട്ടാവുന്നത്? നോർമലി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 ഇമോഷൻസാണ് ഒരു ബ്രേക്കപ്പിന് ശേഷം ഉണ്ടാവണേ. ഒന്ന് ദേഷ്യം, പിന്നെ സങ്കടം, പിന്നെ നിരാശ എന്നുള്ളത്. ഒന്നാമത്തേത് ദേഷ്യമാണ്. അവർക്ക് എങ്ങനെ ഇത് എന്നോട് ചെയ്യാനായിട്ട് കഴിഞ്ഞു? നമ്മളുടെ ഉള്ളിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഹേർട്ടായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് മുറിഞ്ഞു കിടക്കായിരിക്കും. ആ മുറിവിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ദേഷ്യം നമ്മൾ മുന്നോട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മൾ സങ്കടപ്പെട്ടു എന്ന് കാണിക്കുന്നതിലും നമുക്ക് അവരോട് ദേഷ്യം കാണിക്കാനാണ് എളുപ്പം. അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രശ്നമില്ല, നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണിത്. നമ്മൾ സങ്കടപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കില്ല, നമ്മൾ അവരോടുള്ള ദേഷ്യമായിട്ടത് മാറ്റും എന്നുള്ളത്. ആൻഡ് രണ്ടാമത്തതാണ് സങ്കടം എന്ന് പറയുന്നത്. ഇത് അവർ പോയതിൻ്റെ വിഷമമാണ്, അതായത് റിഗ്രറ്റാണ്. ഒരുമിച്ച് കണ്ട കുറേ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും, അവരുണ്ടായിരുന്നപ്പോൾ നമ്മളെങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളുണ്ടാവും. ഇതിലാണ് ഈ ഒരു റിയാലിറ്റിയിൽ നിന്നാണ് ഈ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ടാവുക. ആദ്യം ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും മുറിഞ്ഞിരിക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നമ്മുടെ ആ ഒരു തോട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നമ്മുടെ പ്രശ്നമല്ല എന്നുള്ളത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ മുകളിൽ ഒരു ദേഷ്യം ഉണ്ടാക്കി എടുത്തു എന്നുള്ളത്. പിന്നീട് നമ്മളത് മനസ്സിലാക്കുന്നു, അവർ ഇനി ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള സങ്കടം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റും കാര്യങ്ങളൊക്കെ, അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സങ്കടം വരുന്നത് എന്നുള്ളത്. മൂന്നാമത്തേത് നിരാശയാണ്. അതായത് കാര്യങ്ങളൊന്നും ഒരു വ്യക്തിത്വക്കുറവുണ്ടാവും, അല്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, ഞാൻ കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ, റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, നല്ലപോലെ ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും ആളുണ്ടായിരുന്നേനെ എന്നുള്ള ചിന്തകൾ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളത്. ഈ കാര്യങ്ങളൊന്നും നമ്മളെ കൺട്രോളിലല്ല എന്ന് പറയുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു നിസ്സഹായതാവസ്ഥയാണ് ഈ ഒരു നിരാശയായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷനായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഈ 3 ഇമോഷൻസും നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ഉപേക്ഷിച്ച് പോയ ആൾ, നമ്മളൊരു വില്ലനായിട്ടായിരിക്കും നമ്മൾ ഉപേക്ഷിച്ച് പോയ ആളെ കാണുന്നുണ്ടാവും. അവൻ അല്ലെങ്കിൽ അവൾ ഒരു മോശം വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത്, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിനൊരു സമാധാനമൊക്കെ തരുന്നുണ്ടാവും. കാരണം സ്റ്റോറി കുറച്ചുകൂടി സിമ്പിളായി, ഒരാൾ നല്ലതാണ്, ഒരാൾ മോശമാണ്, നമ്മളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് വിശ്വസിച്ചിട്ട് നമ്മളുടെ ഈഗോനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള മാത്രം. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി അങ്ങനെയാണോ?
എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഒരു 1.5 ഇയേഴ്സോളം ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ആൻഡ് 9 months കഴിഞ്ഞു ഇപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട്. ആൻഡ് എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണെന്നുണ്ടെങ്കിലും വന്നൊരു റിയലൈസേഷനാണ് എനിക്ക് പറയാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ 9 months ആയി ബ്രേക്കപ്പ് ആയിട്ട്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് അത്രയും നമ്മൾ ഒരു ലൈഫൊക്കെ ഒരുമിച്ച് സ്വപ്നം കണ്ട ഒരാളാണ്. പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് രണ്ടുപേരുടെയും വീട്ടിലും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത്, റെൻ്റ് ആവുന്ന സമയത്ത് രണ്ടുപേരുടെ ഇടയിലും അവളുടെ ഇടയിലും വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് എൻ്റെ ഉള്ളിലും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എൻ്റെ സ്നേഹത്തിന് വിലയില്ലേ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എൻ്റെയും ചിന്ത എന്നുള്ളതാണ്. അവളെ ഞാൻ ഏകദേശം ചില സമയങ്ങളിലൊക്കെ ഒരു വില്ലനായിട്ടൊക്കെ ആയിരുന്നു, എൻ്റെ ലൈഫിലെ വില്ലനായിട്ടൊക്കെ ആയിരുന്നു ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നേ എന്നുള്ളത്. പക്ഷേ ലൈഫ് മുന്നോട്ട് പോകണമല്ലോ. അങ്ങനെ പോകുന്നതിനിടയിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് അവൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അധികം കോൺവെർസേഷൻസ് ഒന്നും ഇല്ലെങ്കിലും എന്നെ മൂവോണായി കാണാനായിട്ട്, എന്നെ നല്ലപോലെ വരാനായിട്ട്, ഞാൻ എൻ്റെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്ത് കാണണം എന്നുള്ള രീതിയിൽ അവൾ ആകെ കൂട്ടായിട്ടുണ്ടായിരുന്നത് അവൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. എന്നോട് ബ്രേക്കപ്പ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരാളാണത്. എനിക്ക് അത്രയും ദേഷ്യം ഉണ്ടായിരുന്ന ഒരാളാണ് എനിക്ക് പിന്നീട് എൻ്റെ ഏറ്റവും ലോവസ്റ്റ് സ്റ്റേജിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. ഇതൊരിക്കലും നമ്മൾ ആ ഒരു പഴയ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല കേട്ടോ, അതൊരിക്കലും റീസ്റ്റാർട്ട് ആവാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ ഡ്രീംസ് സെറ്റായി കാണാനായിട്ട്, എൻ്റെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആവാനായിട്ട് സിൻസിയറായിട്ട് കൂടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരാളാണത്. എനിക്കറിയാം കുറച്ച് ലേറ്റായിട്ട് വന്നിട്ടുള്ള റിയലൈസേഷൻ തന്നെയാണ് 9 months എന്ന് പറയുന്നത്. പക്ഷേ എനിക്കറിയാം, ഞാനിപ്പോൾ മനസ്സിലാക്കണോ ആ 9 monthsലെ പെയിൻ അത് വേർത്തായിരുന്നു. ഈ ഒരു റിയലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു 9 month പെയിൻ എന്നുള്ളത്. ഓക്കെ, എന്നാലും എന്നെ ഇത്രയും അധികം ഹേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ അത്രയധികം ഹേർട്ട് ചെയ്ത ഒരാൾ, അതായത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിന് ശേഷം ഞാൻ പല കാര്യങ്ങളും പല വർത്തമാനങ്ങളും പറഞ്ഞ് അവളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് എൻ്റെ ഹാപ്പിനെസ് ആഗ്രഹിക്കാനായിട്ട് പറ്റണേ? അതെങ്ങനെയാണ് ശരിയാവണേ? അപ്പോഴാണ് ഞാൻ ഒരു റിയലൈസേഷൻ വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെന്ന വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എൻ്റെ അടുത്ത് നിന്ന് ഞാനെന്ന വ്യക്തിയിൽ നിന്ന് പോയത് എന്നെ വെറുത്തുകൊണ്ടായിരുന്നില്ല, ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ എന്നെ വെറുത്തുകൊണ്ടായിരുന്നില്ല, നമ്മളുടെ റിലേഷൻഷിപ്പിന് വെറുത്തുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലവൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ എന്നെ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ എന്നെ ഇപ്പോഴും റെസ്പെക്റ്റാണ്, അല്ലെങ്കിൽ എന്നെ ഇപ്പോഴും കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്രയും നല്ലൊരാൾ എന്തിനാണ് നമ്മൾ ഇട്ടിട്ട് പോകണേ? എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ കോമ്പാറ്റബിലിറ്റിയാണ്. അതായത് രണ്ടുപേരും ഇൻകോമ്പാറ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാൾക്കാരും, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, 2 നല്ല ബുക്സ്, രണ്ടും വായിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ബുക്ക്. പക്ഷേ 2 ബുക്കുകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കഥയാവണം എന്ന് നിർബന്ധമില്ലല്ലോ. രണ്ടും ഡിഫറെൻ്റാണ്, രണ്ടും ഒരുപോലെ ആവണമെന്നില്ല. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ. 2 നല്ല മനുഷ്യന്മാർ, നല്ല വാല്യൂസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ, പക്ഷേ ഒരുമിച്ച് ജീവിക്കാനായിട്ട് ചേർന്ന ആൾക്കാരായിരിക്കണം എന്നില്ല. ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇതൊരു കുറ്റമല്ല, അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു സത്യം മനസ്സിലാക്കി നിങ്ങളെയും അവർ ഫ്യൂച്ചറിൽ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യാനായിട്ടൊക്കെ അവരൊരു ഡിസിഷൻ എടുത്തായിരിക്കും. ആ ഒരു ഡിസിഷനായിരിക്കാം ഈ ഒരു ബ്രേക്കപ്പ് എന്നുള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവരവരുടെ ഗ്രോത്ത് ആയിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ ഒരു ചെടിക്ക് വളരാനായിട്ട് കുറച്ച് നല്ല മണ്ണ് ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ നല്ല ഓക്സിജൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും അവർക്ക് പോകേണ്ടി വരിക. നമ്മളുടെ ഉള്ളിൽ ചിലപ്പോൾ വീർപ്പ് മുട്ടി ഇങ്ങനെ നിൽക്കണമായിരിക്കും, ശ്വാസം കിട്ടാതെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് സ്വയം വളരാനും അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ മാറേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അല്ലാതെ അവരോട് അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ചൊരു ഒരു സെൽഫ് ലവിനും അല്ലെങ്കിൽ സെൽഫ് ഡിസ്കവറിക്കൊക്കെയുള്ള അവർക്കൊരു സ്പേസ് ആവശ്യം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക. തേർഡ് വൺ എന്ന് പറയണേ, നിങ്ങൾ കൂടുതൽ വിഷമത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാവും എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർക്ക് ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്, അതൊക്കെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ
ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ശരിയാവട്ടെ, സോർട്ടാവട്ടെ എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാലും പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതെന്തായാലും പിന്നെയും വരില്ലേ എന്നുള്ള തോട്ട് അവരുടെ മുന്നിൽ വന്നിട്ടുണ്ടാവാം. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും നിങ്ങളടുത്ത് പറയുന്നതാണ്, അതായത് നമുക്ക് റിലേഷൻഷിപ്പിൽ ഒട്ടും ഒത്തുപോകാൻ പറ്റില്ല എന്നുണ്ടാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആളെടുത്ത് മാറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആളെ സംബന്ധിച്ചിട്ടും ആൾക്ക് ഹീലാവാനായിട്ട്, ആൾക്ക് മുന്നോട്ട് പോകാനായിട്ട് അത്രയും ടൈം കിട്ടുകയാണ്. അപ്പോൾ അതത്രയും നല്ലതാണ് എന്നുള്ളതാണ്. ഐ നോ ഇറ്റ്സ് ഹാർഡ് ടു ആക്സെപ്റ്റ്, പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾക്ക് എങ്ങനെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് കാമായിരുന്നു ചിന്തിക്കുക. ദേഷ്യവും സങ്കടവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അവരെ ഒരു വില്ലനായിട്ട് കണ്ടിരുന്ന നമ്മൾ ഒന്ന് സാധാരണ ഒരു മനുഷ്യനായിട്ട് അവരെ കാണുക. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കിയേ, അവരുടെ പ്രവൃത്തികൾക്ക് പിന്നിൽ, അവർ ചെയ്ത കാര്യങ്ങൾക്ക് പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. സെക്കൻഡ്ലി, നമ്മൾ നല്ല ഓർമ്മകൾക്ക്, അവരുമായിട്ടുണ്ടായിരുന്ന നല്ല ഓർമ്മകൾക്ക് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്ന് വെച്ചിട്ട് അതിലെ നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ചെറിഷ് ചെയ്യണം. അല്ലെങ്കിൽ അത് എപ്പോഴും നല്ലതാണ്. നമുക്ക് നമ്മളാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് അതിൽ വന്നിട്ടുണ്ടാവും, നല്ല നല്ല മൊമെൻറ്റ്സ് വന്നിട്ടുണ്ടാവും. ആ മൊമെൻറ്റ്സ് എപ്പോഴും എന്നതാണ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് താങ്ക്ഫുൾ ആയിരിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പിന് ശേഷമുള്ള ഈ ഒരു സ്റ്റേജ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ലവ് റിലേഷൻഷിപ്പ് എന്തായിക്കഴിഞ്ഞാലും ഒരു റെസ്പെക്റ്റും കെയറും ഒക്കെയുള്ള ഒരു ബോണ്ട് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലോവസ്റ്റ് ടൈമിലേക്ക് എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ എല്ലാവർക്കും സാധിക്കണം എന്നൊന്നും ഞാൻ പറയണില്ല, എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നൊന്നും പറയണില്ല. പക്ഷേ അങ്ങനെ ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമായിട്ടുള്ള കാര്യമല്ലേ. ഒരു ലവോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ അതിനൊന്നും അല്ല, അതിനും മുകളിലായിട്ടൊരു മനുഷ്യത്വം എന്ന് പറയുന്ന, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ പറയാം, ഷീസ് വൺ ഓഫ് ദി ബെസ്റ്റ് സോൾസ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ സോൾസ് ഐ എവർ മെറ്റ് എന്ന് ഞാൻ പറയാം. ഫോർത്ത് വന്നു വെച്ച് കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ലൈഫിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓർക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, അവരുടെ പോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ നമ്മൾ ഉപേക്ഷിച്ച് പോയത് ഒരിക്കലും നമ്മുടെ ലൈഫിൻ്റെ എൻഡല്ല, അതൊരു ചാപ്റ്റർ മാത്രമായിരുന്നു. അടുത്ത ചാപ്റ്റർ എങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. എല്ലാവരും നമ്മൾ വിട്ടുപോകുന്ന എല്ലാവരും നമ്മൾ എനിമീസ് അല്ല, അല്ലെങ്കിൽ നമ്മൾ വെറുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരല്ല. ചില ആൾക്കാർ നമ്മളുടെ അടുത്ത് നമ്മുടെ പുതിയ കുറേ പാഠങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട്, കുറേ ലെസൺസൊക്കെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന മനുഷ്യന്മാരായിരിക്കാം, നല്ല ടീച്ചേഴ്സ് ആയിരിക്കാം. ഓക്കെ, അവരുടെ ബ്രേക്കപ്പ് നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ ഒരു പെയിനിൽ ലഭിക്കുന്ന ഒരു റിയലൈസേഷൻ എന്ന് പറയുന്നത്, അറ്റ് ദ എൻഡ് ഓഫ് ആ ഒരു പെയിൻ നമുക്ക് കിട്ടുന്ന കുറേ റിയലൈസേഷൻസ്, അതിന് ഭയങ്കരമായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. ആ വ്യക്തിയെ വെറുക്കുന്നത്, അവരോടുള്ള ദേഷ്യം കാണിക്കുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമുക്ക് അവർ നൽകിയ ലെസൺസ് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് കുറച്ചുകൂടെ മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. എനിക്കിത് വരാനായിട്ട് 9 മാസം എടുത്തു എന്നുള്ളതാണ്. ഈവൻ ഇൻ ബിറ്റ്വീൻ ഞാൻ പല എപ്പിസോഡ്സിലായിട്ടും പല എൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളതും അവളെ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് തന്നെയാണ്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്കും മനസ്സിലാവാനുള്ളൊരു ഇതുണ്ടാവട്ടെ. ഓക്കെ, ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എപ്പിസോഡ് റേറ്റ് ചെയ്യാൻ മറക്കണ്ട. പോയി സ്പോട്ടിഫൈയിൽ കേൾക്കുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ പോയി റേറ്റ് ചെയ്യട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.